വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ബി.ജെ.പി. അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിന് എ.കെ. ആന്റണിയെ തന്നെ രംഗത്തിറക്കുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കെ ഈ ചോദ്യം വീണ്ടും ഉയർന്നു കേൾക്കുകയാണ്. ഇപ്പോഴിതാ അനിൽ കെ ആന്റണിക്കെതിരെ പത്തനംതിട്ടയിൽ കോൺഗ്രസിന് വേണ്ടി പ്രചാരണത്തിൽ പോകുമോ എന്ന ചോദ്യത്തോട് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എ.കെ. ആന്റണി. പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകുന്നത് ആരോഗ്യസ്ഥിതി പോലെയിരിക്കും എന്നാണ് എ.കെ. ആന്റണിയുടെ മറുപടി. വരാനിരിക്കുന്നത് ഒരു ഡു ഓർ ഡൈ തിരഞ്ഞെടുപ്പാണെന്നും കെ.പി.സി.സി. തീരുമാനിക്കുന്ന പട്ടിക അനുസരിച്ച് പ്രചാരണം നടത്തും എന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ താൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും. അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ ഞാൻ തിരുവനന്തപുരത്തെ കെ.പി.സി.സി. ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് എൻ്റെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം ആകെ ഞാൻ തിരുവനന്തപുരം വിട്ട് പോയത് തൃക്കാക്കര ബൈ ഇലക്ഷനിലും പുതുപ്പള്ളി ഇലക്ഷനും മാത്രമാണ്. ഇത്തവണത്തെ എൻ്റെ പ്രചരണം എന്താണെന്ന് എൻ്റെ വരും ദിവസങ്ങളിലെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും. ഏതായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന നിലയിൽ, കാരണം ഈ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡു ഓർ ഡൈ ഇലക്ഷനാണ്. ഇന്ത്യയിൽ നിന്ന് ആശയം നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണ്. ലക്ഷോപലക്ഷം സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവത്യാഗം ചെയ്ത് നേടിയ ഇന്ത്യ, ഇന്ത്യയിലുണ്ടാക്കിയ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങൾ, അതിനെയെല്ലാം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ബി.ജെ.പി. ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി, അവർക്ക് തുടർഭരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ എൻ്റെ ആരോഗ്യം അനുഭവിക്കുന്നതിൽ ഞാൻ തയ്യാറാകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എ.കെ. ആന്റണിക്ക് ആരോഗ്യ അവശതകൾ ഉള്ളതിനാൽ അദ്ദേഹത്തെ പ്രചാരണ പരിപാടികളിൽ സജീവമാക്കാൻ കഴിയുമോ എന്നതാണ് കോൺഗ്രസിന് മുന്നിലെ അടുത്ത ചോദ്യം. മകനെതിരെ അച്ഛനെ കളത്തിലിറക്കി പ്രചാരണം നടത്തുക എന്ന തന്ത്രം കോൺഗ്രസിനുള്ളിലുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും അദ്ദേഹം പൊതുവേദികളിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. അതേസമയം പത്തനംതിട്ടയിൽ സിറ്റിംഗ് എം.പി. ആന്റണിയാണ് യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി. എൽ.ഡി.എഫിനായി മത്സരിക്കുന്നത് മുൻ മന്ത്രിയും മുതിർന്ന സി.പി.എം. നേതാവുമായ തോമസ് ഐസക്കാണ്. മാസങ്ങൾക്ക് മുൻപാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. ഇത് കേരളത്തിലെ കോൺഗ്രസിനും വിശേഷ്യ ആന്റണിക്കും വലിയ തിരിച്ചടിയായിരുന്നു. ബി.ജെ.പിയിൽ ചേർന്ന മകനെ ആന്റണി തള്ളിപ്പറഞ്ഞിരുന്നു.